ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട ഗ്രാസിയ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് കൊണ്ടും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിലെ ബ്രേക്സ് കുഴപ്പമൊന്നുമില്ല, നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഒറ്റ സർവീസിന് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഈ സർവീസിന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം ചെറിയ രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് എയറടിച്ച് ക്ലീൻ ചെയ്യാം. എൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂട്ടായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ബെൽറ്റായാലും നമുക്ക് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് നല്ല ബെൽറ്റാണ്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നിലവിൽ എയർ ഫിൽറ്ററും കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എയർ ഫിൽറ്ററിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതുപോലെ പ്ലഗ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിടാം. പിന്നെ വേറൊരു കംപ്ലൈൻറ്റ് പറഞ്ഞത് സ്റ്റാർട്ടിങ്ങിൽ റണ്ണിങ്ങിൽ ഇടയ്ക്ക് ഓഫായി പോകുന്നൊരു കംപ്ലൈൻറ്റ് പറയുന്നു. നമ്മൾ കാർബറേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു. അപ്പോൾ കാർബറേറ്റർ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യണം. നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് ബ്ലോക്കായി കിടക്കുന്നത്, അതാണ് ഒരു കംപ്ലൈൻറ്റ് കാണിച്ചത്. ഈ പ്രോജക്റ്റ് ഒന്ന് മാറ്റാം. ഈ കാർബറേറ്ററിലാണ് ഈ സൈഡൊക്കെ ഒരു ട്യൂബ്ലാജി പോലെ ഇരിക്കുന്ന ഒരു കെമിക്കലിൻ്റെ ഒരു റിയാക്ഷൻ, പെട്രോളിൻ്റെ കെമിക്കലിൻ്റെ റിയാക്ഷനാണ്. ഇപ്പോൾ വരുന്ന പെട്രോളിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഒരു ട്യൂബ്ലാജി പോലൊക്കെ ഇരിക്കുന്ന ഒരു ഇത്. അതൊക്കെ ഇങ്ങനെ പെട്രോൾ കുറയുന്നതിനൊക്കെ ചിലപ്പോൾ നമുക്ക് കാർബറേറ്ററിൽ ഓവർഫ്ലോറൊക്കെ കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഇപ്പോൾ വരുന്ന പെട്രോളിൻ്റെ കംപ്ലൈൻ്റ് ആണ്. എത്തനോളിൻ്റെ അളവ് 20% കൂടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പെട്രോൾ B6 വരുന്ന പെട്രോളാണത്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ചിലപ്പോൾ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് കാർബറേറ്റർ ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് എൻ്റെ ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് പേരായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഉപയോഗിക്കാനുണ്ട്. പിന്നെ ബാറ്ററി ആയാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബാറ്ററി പുതിയ ബാറ്ററി 2014 ബാറ്ററി ഇരിക്കണം. ബാറ്ററി മാറ്റിയിട്ടൊന്നും അധികമായിട്ടില്ല. പിന്നെ അതുപോലെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്നതാണ്. എഞ്ചിൻ ഓയിൽ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഇനി നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റി 1000 കിലോമീറ്റർ കൂടി ഓടിക്കാനുണ്ട് എഞ്ചിൻ ഓയിൽ. അപ്പോൾ ആ ഒരു 1000 കൂടി ഓടിയിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ പറയുമ്പോഴേക്കും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് സർവീസും അതിനെ കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യാൻ തന്നെയുള്ളൂ. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.